You offer a 30-minute free counseling for students, Yeah, right? And yeah, you insist that the student and possibly, if possible, the parent also attend the 30-minute counseling session yeah. before they take a decision about giving an application. But most of the time, like what students think is like, oh, എനിക്ക് ജർമ്മനിയിൽ ഒരു അഡ്മിഷൻ വേണം, അപ്പോൾ ഇത് 5 മിനിറ്റ് കൊണ്ട് ആ ജർമ്മനിൽ അഡ്മിഷൻ തരാം, എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത് തരാമെന്ന് പറയുന്ന കൺസൾട്ടൻസ് ധാരാളം ഉണ്ട്. Yes. So, what is the significance of investing this 30 minutes for the ഈ student? 30 minutes ആക്ച്വലി ഐ വിൽ സേ സ്റ്റുഡൻസും പോസിബിൾ ആണെന്നുണ്ടെങ്കിലും പാരൻസ് ഓൾസോ ഷുഡ് സിറ്റ് വിത്ത് അസ്. സേ ഐ ആം നോട്ട് സേയിങ് ലൈക്ക് ഇഫ് ദേ ആർ മൂവിങ് ടു ജർമ്മനി നമ്മൾ വഴി തന്നെ പ്രോസസ്സ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. വാട്ട് ഐ ക്യാൻ ഗിവ് ഈസ് ആക്ച്വലി ഈ 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എനിക്കൊരു പ്രോപ്പർ ക്ലാരിറ്റി അവർക്ക് കൊടുക്കാൻ പറ്റും. വാട്ട് എക്സാക്ട്ലി ദേ ഷുഡ് ബി നോയിങ്. ഈ ഒരു പ്രോസസ്സ് അവർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്യൂച്ചറിനെ ഇത് ചെയ്തിട്ടുള്ളൊരു ഡിസിഷൻ ആണല്ലോ. സോ ഐ ക്യാൻ ഗിവ് ദം എ വെരി ഗുഡ് പെർസ്പെക്റ്റീവ് ഓൺ വാട്ട് ഓൾ ദേ ഷുഡ് ബി തിങ്കിങ്. ഇതാണ് നമ്മൾ ഈ ഒരു 30 മിനിറ്റ്സിൽ ഓഫർ ചെയ്യുന്നത്. 30 മിനിറ്റ്സിൽ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് അവരുടെ പ്രൊഫൈൽ ഇവാലുവേഷനാണ്. പിന്നെ അവരുടെ യുനോ ചാൻസസ് എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും ചാൻസസ് എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. എഗെയിൻ ഇപ്പോൾ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കണം ആ ഒരു ടൈം സ്പാനിൽ അവർ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം. പിന്നെ പാരൻസ് ഇൻവോൾവ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യലി എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു പാരൻറ്റ് ചിന്തിക്കേണ്ടത്. എഡ്യൂക്കേഷൻ ലോണിന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ തൊട്ടിട്ടായിരിക്കണം അവരതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടി വരിക, ഏതൊക്കെ സമയത്തായിരിക്കണം ഇതിൻ്റെ ഫണ്ട് അറേഞ്ച് ചെയ്യേണ്ടി വരിക. എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു സിനാരിയോ എന്ന് വെച്ചാൽ പാരൻസിന് എപ്പോഴും ഒരു സഡൻ സർപ്രൈസാണ് പല സിറ്റുവേഷനിലും ഉണ്ടാവാറ്. വൈ ബിക്കോസ് അത് പ്രോപ്പർ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. സ്റ്റുഡൻസിൻ്റെ കേസിലും പല സിറ്റുവേഷനിലും ഒരു ഇതുണ്ടാവാറുണ്ട്, ഒരു സർപ്രൈസ് ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും ഈ പ്രോസസ്സ് പോകുന്നുണ്ടാവുക, എങ്ങനെയായിരിക്കണം സ്റ്റുഡൻറ്റ് ചിന്തിക്കേണ്ടത്. നമ്മൾ വഴി പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദ സ്റ്റുഡൻറ്റ് ആക്ച്വലി. പക്ഷേ ഒരു ഓവറോൾ പിക്ചർ വി കുഡ് ഗിവ് ഇൻ ദിസ് 30 മിനിറ്റ്സ്. ദാറ്റ്സ് വൈ ഈ ഒരു സെഷൻ്റെ മേലെ ഞാൻ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. ആർ ടീം ഈസ് ഓൾവേസ് റെഡി ആക്ച്വലി. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ടീം എപ്പോഴും വില്ലിംഗ് ആണ്. എക്സ്പേർട്സ് തന്നെയായിരിക്കും കൗൺസിലിങ്ങിന് ഇരിക്കുന്നുണ്ടാവുക. അതായത് നമ്മുടെ ജൂനിയേഴ്സ് ഒന്നും ആയിരിക്കില്ല, അതായത് ജൂനിയർ സ്റ്റാഫ്സ് ഒന്നും പ്രോസസ്സ് ചെയ്യുന്ന സ്റ്റാഫ് ഒന്നും ആയിരിക്കില്ല. 2, 3, 4 വർഷമായിട്ട് ഇതിൽ തന്നെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് തന്നെയായിരിക്കും. they will be sitting with the students actually, and I am making sure that is how it is happening. Why? Because our 30 minutes, if a student is willing to invest a 30 minutes on us actually, I wanted to give that value addition to them. ഐ ബിലീവ് ഇൻ ദാറ്റ്. ആ ഒരു 30 മിനിറ്റ്സിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇൻഫർമേഷൻ, ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെയായിരിക്കും വേണ്ടത്, അതാണ് നമ്മൾ ആ ഒരു 30 മിനിറ്റ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി അവരെ എക്യുപ്ഡ് ആക്കുക, ടു ടേക്ക് സ്റ്റുഡൻറ്റിനെ എക്യുപ്ഡ് ആക്കുക. ഇപ്പം മേ ബി ചിലപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ പ്രോസസ്സ് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, ഐ ക്യാൻ മേക്ക് ഇറ്റ് ഹാപ്പൻ, ഇറ്റ്സ് എ ഗുഡ് തിങ്. ചില കേസിൽ സ്റ്റുഡൻസിന് 30 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ജർമ്മനി എന്നെ കൊണ്ട് നടക്കില്ല, ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് തിങ്. റൈറ്റ്, നമുക്ക് അവർക്കൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് അഗെയിൻ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചിലപ്പോൾ പാരൻസൊക്കെ ഒന്നും കൂടെ പറയാറുണ്ട്, നമുക്ക് കുറച്ചും കൂടെ സമയം ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ, കുറച്ചും കൂടെ ക്ലാരിറ്റി എടുക്കാനുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഹെൽപ്പ് ടു ഡു ദാറ്റ് ഓൾസോ. സോ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബിഗ് പിക്ചർ കൊടുക്കുക എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഒരു സ്റ്റുഡൻറ്റ് നമ്മളടുത്തേക്ക് വന്നു അല്ലെങ്കിൽ അതൊരു ലീഡാണ്, ഇതിനെ എങ്ങനെയെങ്കിലും കൺവേർട്ട് ചെയ്തിട്ട് ജർമ്മനിയിലേക്ക് കയറ്റി അയക്കുക എന്നുള്ളതിന് പകരം വി ട്രൈ ടു ഗിവ് ദം ആൻ ഇൻഫോംഡ് സിനാരിയോസ്. എല്ലാ സിനാരിയോസും അവർക്ക് പറഞ്ഞു കൊടുത്ത് എന്തൊക്കെയായിരിക്കും പോസിബിലിറ്റീസ്, എന്തൊക്കെയായിരിക്കും റിസ്ക് ഫാക്ടേഴ്സ് നമ്മളിതിൽ നോക്കേണ്ടതെന്നുള്ളത് ചെയ്ത് ടൈം ലൈൻ കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ദാറ്റ്സ് വൈ ഞാൻ എപ്പോഴും ഏർജ് ചെയ്യുന്നത് അത് തന്നെയാണ് ആക്ച്വലി. സ്റ്റുഡൻസ് മാത്രമല്ല, ഇഫ് പോസിബിൾ പാരൻസ് ഓൾസോ അറ്റൻഡ് ദ സെഷൻ.